ട്രാവൽ ഫുഡ് സർവീസ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ടാകുന്ന 2007 കമ്പനിയുടെ മോട്ടീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുന്ന ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഒരു പാസഞ്ചറിന് അതിപ്പോൾ ട്രെയിനിലാണെങ്കിലും പ്ലെയിനിലാണെങ്കിലും ഷിപ്പിലാണെങ്കിലും ക്വാളിറ്റിയുള്ള നല്ല ഹൈജീൻ ആയിട്ടുള്ള ഫുഡ് അവരുടെ കസ്റ്റമൈസ്ഡ് ചെയ്ത ഫുഡ് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. കമ്പനിക്ക് ഓൾറെഡി ഇപ്പം 117 മേളിൽ പാർട്ട്ണറിങ് ബ്രാൻഡുകളുണ്ട്. അതുപോലെ 397 സ്ഥലങ്ങളിൽ, അതിപ്പോൾ ഇന്ത്യ, മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 397 ഇടത്ത് 2024 ആയപ്പോൾ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി IPO പറ്റി പറയുമ്പോൾ ഏറെക്കുറെ 2000 കോടിയുടെ IPO ആണ് ലിസ്റ്റ് ആയിരിക്കുന്നത്. അതിൽ തന്നെ മുഴുവൻ ഓഫർ ഫോർ സെയിലാണ്. ഓഫർ ഫോർ സെയിൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയറുകൾ ഉള്ള ഷെയർ ഹോൾഡേഴ്സ് തിരിച്ച് സെല്ല് ചെയ്യുമ്പോഴാണ് അത് ഓഫർ ഫോർ സെയിലായിട്ട് വരുന്നത്. ഇനിയും IPOയുടെ ഡേറ്റ് പറയുമ്പോൾ IPO ജൂലൈ 7 ഓപ്പൺ ആകുകയും ജൂലൈ 9 എൻഡ് ആകുകയും അതുപോലെ അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ 10 ആയിരിക്കും. IPOയുടെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 1045 രൂപയ്ക്കും 1100 രൂപയ്ക്കും ഇടയ്ക്കാണ്. ഇതുകൊണ്ട് തന്നെ 13 ഷെയറുകളുള്ള ഒരു ലോട്ടായിട്ടായിരിക്കും ഏറെക്കുറെ 13,585 രൂപയായിരിക്കും ഒരു ലോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. IPOയുടെ റീറ്റെയിലേഴ്സിന് വേണ്ടിയുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 35%. IPOയുടെ കറണ്ട് ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത് 1.5%. അതായത് ഏറെക്കുറെ 16 രൂപയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡാറ്റ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റവന്യൂ എന്ന് പറയുന്നത് 2023 1103 കോടിയും 2024 അത് 1462 കോടിയും 2025 അത് 1762 കോടിയും ആയിട്ടുണ്ട്. ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2023 251 കോടിയും 2024 298 കോടിയും 2025 അത് 379 കോടിയും ആയിട്ടുണ്ട്. സോ ഇവിടെ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ റവന്യൂ 21% 2024 നിന്ന് നോക്കി കമ്പയർ ചെയ്യുമ്പോൾ കൂടിയിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 27% വർധന വന്നിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. സോ ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രോക്കറും അല്ല. നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രം എവിടെയും ഇൻവെസ്റ്റ് ചെയ്യുക. താങ്ക്